വചനം, ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, ആത്മാവിൻ നിറവാ വചനസന്ധ്യ, വചനസന്ധ്യ, വചനസന്ധ്യ. യേശുവിന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധ്യയ്ക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയുടെ ഏവെങ്കേലിയോരിനെ ആസ്പദമാക്കിയുള്ള വചന ശുശ്രൂഷ. ജീവന്റെ വചനം മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 12-ാം വാക്യം യേശു ഇങ്ങനെ സാക്ഷീകരിക്കുന്നു. ആ യേശു ഇങ്ങനെ അരുൾ ചെയ്തു: തന്നെത്താൻ ഉയർത്തപ്പെടുന്നവൻ താഴ്ത്തപ്പെടുമെന്നും തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ ഉയർത്തപ്പെടുമെന്നും. ഇവിടെ യഹൂദന്മാർ താൻ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനതയുടെ ഹിപ്പോക്രസിയെ കൊണ്ടുകൊണ്ട് അതിനെ ക്രിട്ടിസൈസ്, അതിന്റെ അന്തരംഗത്തുള്ള അവരുടെ വിചാരധാരയെ പുറത്തു കൊണ്ടുവരുന്ന ക്രിസ്തുവിനെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെല്ലാം ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്: സ്ഥാനമാനം കിട്ടാൻ വേണ്ടി ദേവാലയങ്ങളിലും തെരുവീഥികളിലും നിങ്ങളുടെ അങ്ങാടികളിലും നിങ്ങളുടെ വസ്ത്രങ്ങളെ നീട്ടം കൂട്ടുകയും അവിടെയെല്ലാം മുഖ്യാസ്ഥലവും വന്ദനവും ആഗ്രഹിക്കുന്ന മനുഷ്യ, അതല്ല മുഖ്യം. യേശുവാണെന്നും അവനിൽ താഴണമെന്നും അവൻ തന്റെ ഉദാഹരണം മൂലം കാണിച്ചു തരികയാണ്. ലോകത്തെ തന്റെ കൈവിരലിൽ ഉണ്ടാക്കിയവൻ, അവൻ മനുഷ്യനായി അവതരിച്ച് മനുഷ്യന്റെ പാദങ്ങളെ കഴിയ ദൈവം. ഈ ഒരു താഴ്മയാണ് മനുഷ്യൻ കണ്ടുപഠിക്കേണ്ടത് എന്നോർപ്പിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ കേട്ട് കാണും, ആപ്പിളിന്റെ കോഫൗണ്ടറായ സ്റ്റീവ് ജോൺസ് തന്റെ 56-ാം വയസ്സിൽ ക്യാൻസർ രോഗിയായിരുന്നപ്പോൾ രോഗക്കിടയിൽ കിടന്ന മരണത്തോട് മല്ലടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്: ഞാൻ നേടിയതൊന്നും ഒന്നുമല്ല, അതിലൊന്നും എനിക്ക് സന്തോഷം കിട്ടുന്നില്ല എന്ന്. പിന്നെയോ ഞാൻ ചെയ്ത നന്മകളും സ്നേഹവും മാത്രമാണ് സന്തോഷം തരുന്നു എന്നും. ലോകത്തെ 3 കോണ്ടിനെ തന്റെ 30-ാം വയസ്സുകൊണ്ട് കീഴടക്കിയ അലക്സാണ്ടർ ഗ്രേറ്റ് തന്റെ മരണക്കിടക്കയിൽ കടന്നുകൊണ്ട് പറഞ്ഞ കാര്യമുണ്ട്: എന്റെ ശവമഞ്ചം വഹിക്കുമ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. 1, എന്റെ ശവമഞ്ചം വഹിക്കേണ്ടവര് എന്നെ ചികിത്സ ഡോക്ടർമാരായിരിക്കണം. ഒരു ഡോക്ടറെയും കൊണ്ടും മരണത്തെ താണ്ടുവാൻ, അതിൽ നിന്ന് മോചനം ലഭിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ലോകം പഠിക്കണം. 2, ഞാൻ എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന വേദികളിൽ അല്ലെങ്കിൽ തെരുവീഥികളിൽ അതിൻ്റെ ട്യൂമ്പിലേക്ക് അല്ലെങ്കിൽ സെമിത്തേരിയിൽ കൊണ്ടുപോകുമ്പോൾ വഴിയിൽ മുഴുവൻ ഞാൻ ഉണ്ടാക്കിയ പണമെല്ലാം വിതരണം. 1, ലോകം പഠിക്കണം, പണം കൊണ്ടും ജീവൻ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല എന്ന്. ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ശവമഞ്ചത്തിൽ എൻ്റെ കരങ്ങളെല്ലാം പുറത്തിട്ട് ഇതാ ഒന്നുമില്ലാത്തവനായി എന്നെ കാണണം. അത് ലോകം പഠിക്കണം. ഞാൻ ഒന്നുമില്ലാത്തവനായി അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്നു, ഒന്നുമില്ലാത്തവനായി ഇങ്ങനെ പോകുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യ ജീവിതമെങ്കിൽ നമ്മൾ അഹങ്കരിക്കുന്നത് കൊണ്ട്, നമ്മുടെ സ്ഥാനമാനം കൊണ്ട്, ഇതെല്ലാം മോൺസ്ട്രസ് എക്സോൾട്ടേഷൻ കൊണ്ട് എന്താണ്, ആർക്കാണ് മെച്ചം കിട്ടുന്നത് എന്ന് ഓർക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. തലകൾ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു എന്ന് ഞങ്ങളുടെ രക്ഷകരും കർത്താവുമായുള്ളൂ, നിത്യതയെ പ്രദാനം ചെയ്ത നിന്റെ മഹാത്യാഗത്തെയും ഉയർപ്പിനെയും ഞങ്ങൾ സ്മരിച്ചുകൊണ്ട്, നാഥ, ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം നിന്നെയെല്ലാം ഉയർത്തി കാട്ടിയതെങ്കിൽ ഇന്ന് ഈ വചന ശുശ്രൂഷയില്, ഈ ധ്യാനത്തില് യേശു നീ ആയിരിക്കട്ടെ ഞങ്ങളെ മുഴുവൻ ചുറ്റി പ്രകാശിക്കുന്നതിനും നിന്റെ അടിമയായി നിന്നെ പ്രകാശിപ്പിക്കുന്ന മക്കളും കുടുംബവും ദേവാലയവും ഞങ്ങൾ തീരട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജനസന്ധ്യ.